ട്രിപ്പിൾ ശാന്തി. അപ്പോൾ മരങ്ങൾ ഞാനങ്ങ് വെട്ടി. അപ്പൊ ഈ മരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റിൽ പോയിരിക്കണേ, ഒരുപാട് ഹൈറ്റിൽ പോയിരിക്കണം. ഇപ്പൊ നിലവിലുള്ള ഈ കോൺക്രീറ്റ് കെട്ടിടത്തിന് പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമായിട്ട് പ്രശ്നം തന്നെയാണ്. കാരണം അതിന്റെ വേരുകൾ അടിയിലേക്ക് പോയിരിക്കും. ഈ നേരെ വേര്, മൂലവേര് എന്ന് പറഞ്ഞാൽ നേരെ അടിയിലേക്ക് പോയി അതിന്റെ ബാക്കിയുള്ള വേരുകളുണ്ടല്ലോ, ചടവേരുകൾ, അത് നമ്മുടെ വീടിന്റെ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ഇല്ലേ, എന്താ പറയാ, തറയുടെ ഇടയിലേക്ക് ചെറുതായി അങ്ങനെയൊക്കെ പോയിരിക്കുന്നു. ചെറിയ നാരുകളൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഈ നാരുകളായി പോയ ഈ സാധനം അവിടെ പോയിട്ടൊന്ന് തിക്കും. കാരണം വെള്ളം കിട്ടുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ തറ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയാലോ. കോൺക്രീറ്റ് കല്ലിട്ട് കെട്ടി ധരിപ്പിച്ച് അതിനകത്ത് മണ്ണിട്ട് ഫില്ലാക്കിയിട്ട്, അപ്പൊ ഈ മണ്ണിന്റെ അകത്ത് വെള്ളം വരും. മഴ പെയ്താൽ നമ്മുടെ വീടിന്റെ അകത്ത് വെള്ളം വരും. ഇതിന്റെ അകത്തേക്ക് ചെറിയ നാരായിട്ടൊക്കെയാണ് വെട്ടി. ഏതെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ മൂപ്പര് ഒരു വാരാണ്ട് കയറും. പിന്നെ അവിടെ കിടന്നിട്ട് വലിയ വേരാവും. നമ്മുടെ റൂമിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഒരു റൂമിന്റെ അകത്ത് മൊത്തത്തിൽ കടപ്പൊക്കെ പൊന്തി ആടി തുടങ്ങി. അങ്ങനെ അത് ഒരു തവണ പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ ചെറിയ വേരുകൾ. എന്തിൻ്റെന്നറിയോ? മിക്കവാറും അയിനിയുടെ ആവാനാ സാധ്യത. അത് പൊളിച്ച് അന്നേ നമുക്ക് ഈ സത്യയുഗത്തിന്റെ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കടപ്പയാക്കാനോ മൊസൈക്കാക്കാനോ നിന്നില്ല. ആ പൊളിച്ച ഭാഗം എന്ത് ചെയ്ത് നേരെ കാവ്യ കണ്ട് തേച്ചു. ചെലവ് കുറയ്ക്കണല്ലോ എന്ന് തിരിച്ചെലവാക്കാത്ത മനുഷ്യനല്ലേട്ടാ. അപ്പൊ അന്ന് ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ, അന്ന് പറയുമ്പോ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം മനസ്സിലാക്കാൻ വേണ്ടിട്ട് വലിയ മരങ്ങൾ. പിന്നെ ഞാൻ കുറേ അയിനികളൊക്കെ വെട്ടി. എന്താ പറഞ്ഞത്, ഞാൻ കുറേ മരങ്ങൾ വെട്ടി. ഈ വീട്ടിലെന്തിനും മരം, കാട്ടിലാണ് മരം. നമുക്ക് ആകെ ഉള്ളത് ഇനിയിപ്പോ 14 സെന്റ് സ്ഥലം. ഈ 14 സെന്റ് സ്ഥലത്തിൽ എനിക്ക് അന്നം കിട്ടണം. എൻ്റെ വീട്ടില് ആരൊക്കെയാണോ നമ്മുടെ സന്തത സഹചാരികളായിട്ട് വരുന്നത്, അതാരും ആവാം. ഇപ്പൊ നിലവിൽ അമ്മ ഉണ്ട്, ഇനി പെങ്ങളും ബാക്കിയുള്ളവർ, ഇവരൊക്കെ വരുമ്പോ അവർക്ക് എന്തെങ്കിലും അന്നം കഴിക്കാനുള്ള വകുപ്പുകളൊക്കെ വേണം. ഈ മരത്തിന്റെ ഇതൊന്നും തോലൊന്നും ഉരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ. ബാക്കിൽ കണ്ടില്ല ഒരു വാഴ കണ്ട കൊലച്ചു നിൽക്കുന്നു. അത് അതിന്റെ ഇതിലേതാ വാഴക്കൂമ്പ്, ഒരു നേരത്തെ ഉപ്പേരി, പിന്നെ കായ. അത് കഴിഞ്ഞാല് ഈ ഇതിങ്ങനെ കൊലച്ചതിന്റെ ഫലമായിട്ട് അതിൽ എന്തുണ്ടാവും? ഉണ്ണിത്തണ്ട് ഉണ്ടാവും. ബെസ്റ്റ് സാധനമാണ് ഉണ്ണിത്തണ്ട് ഉപ്പേരി. അപ്പൊ കായ പഴമായിട്ട് കഴിക്കാം, കായ ഉപ്പേരിയായിട്ട് കഴിക്കാം, ഈ കൂമ്പ് നമുക്ക് ഉപ്പേരിയാക്കി കഴിക്കാം. അതുകൂടാതെ ഇതിന്റെ ഉണ്ണിത്തണ്ട്, ഒരു വാഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊലയായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച സമൃദ്ധം. നല്ല വാഴയാണെങ്കിൽ, നല്ല വെയിൽ കിട്ടിയ വാഴയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരാഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭക്ഷണം നമ്മുടെ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഒരു 10 സെന്റ് സ്ഥലത്തിൽ വാഴ ഉണ്ടെങ്കിൽ, 10 വാഴ ഉണ്ടെങ്കിൽ 10 ആഴ്ച ക്ലിയർ ആവില്ലേ? 10 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരൊറ്റടിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു ആഴ്ച കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ നമുക്ക് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ 10 തവണയായിട്ട് നടന്നു വാഴ. ട്രിപ്പിൾ